വാട്സ്ആപ്പ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണോ? ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി സ്നോഫോൾ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഹൗ ഡു വി ഡ്രൈവ് ഓൺ എ ഹെവി സ്നോഫോൾ ഡേ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യാന്ന്. 2 സെക്കൻഡ് നമ്മൾ വൈപ്പർ അടിക്കാൻ വൈകിയാൽ ഇതാണ് നമ്മുടെ കാറിന്റെ സ്ക്രീനിന്റെ അവസ്ഥ. പിന്നെ ഫോഗും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. നോട്ട് ഈവൻ എ സിംഗിൾ കോക്കനട്ട് ഇസ് വിസിബിൾ. മനസ്സിലായോ? ഒരു തേങ്ങയും കാണില്ലാന്ന്. അപ്പൊ വെൽക്കം ടു കാനഡ വിന്റർ ഡ്രൈവിംഗ്. ഈ സ്നോ അങ്ങോട്ട് വീണ് കിടന്നോണ്ടല്ലോ, റോഡ് ഏതാ തോട് ഏതാ ഇനി വെല്ലോന്റെ പറമ്പേതാ ഒന്നും മനസ്സിലാവൂല നമുക്ക്. പിന്നെ സ്നോ വീണ് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ലെയിൻ സിസ്റ്റം ഒന്നുമില്ല. നമ്മുടെ മുന്നിലുള്ള വണ്ടീനെ അങ്ങോട്ട് ഫോളോ ചെയ്യുക. പുള്ളി ബ്രേക്ക് ഔട്ടിയാൽ നമ്മളും ബ്രേക്ക് ഔട്ട്. ആ സിമ്പിൾ ആസ് ദാറ്റ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ദാ റോഡിൽ കൂടെ ഒരു ചേട്ടൻ സൈക്കിളും കൊണ്ട് പോണത് കണ്ടത്. നമ്മുടെ വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആയിട്ട് പോലും സ്നോയിൽ കിടന്ന് മെഴുകുമായിരുന്നു. ചേട്ടനെ ഞാൻ സമ്മതിച്ചു. സ്നോ സ്റ്റോം ആവട്ടെ, സീറോ വിസിബിലിറ്റി ആവട്ടെ, അത് ഇവിടെയുള്ള ആൾക്കാരെ അഫക്റ്റേ ചെയ്യില്ല. കണ്ടില്ല, അപ്പൂപ്പനും അമ്മുമ്മയും കൊച്ചുമക്കളും പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ അവരവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സ്നോ ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. പക്ഷേ ഇത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ് അല്ലല്ലോ. ഏത്? അതുകൊണ്ട് ഞങ്ങൾ ഗ്രോസറി ഓൺലൈൻ പിക്കപ്പ് ചെയ്തു. അപ്പൊ ദേ അവിടെ വന്ന് ഇങ്ങനെ 1 to 10 കുറെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്ലോട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊന്ന് ജസ്റ്റ് വെളിയിൽ ഇറങ്ങാൻ കൊതി തോന്നി. അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി. എന്റെ മോനെ ഒരു 10 സെക്കൻഡ് നിന്നോന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു കേട്ടോ എന്റെ അവസ്ഥ. യൂഷ്വലി ഉള്ള സ്നോഫോൾ പോലെ ആയിരുന്നില്ല ഇത്. ഏതാണ്ട് ആകാശത്ത് നിന്ന് ആരാണ്ട് ഐസും കട്ട താഴോട്ട് വലിച്ചെറിയുന്ന ഫീൽ ആയിരുന്നു. കാരണം അത്രയും നല്ല കട്ടിയുള്ള ഐസ് ഫോൾ ആയിരുന്നു. അപ്പൊ ഇനിയും വെളിയിൽ നിന്ന് വളരെ വെളുത്ത ചത്തു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേനും ഇവര് വിളിച്ചിട്ട് പറഞ്ഞു ഇവരുടെ പിക്കപ്പിന് അങ്ങോട്ടേക്ക് വാന്ന്. അങ്ങനെ സാധനവും പിക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പൊക്കോണ്ടിരുന്ന വഴിയാണ് ദേ നമ്മുടെ സ്നോ റിമൂവൽ ടീംസിനെ കണ്ടത്. കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേന് ഇവർ മുന്നേ തന്നെ വന്ന് ചാടി. സത്യം പറഞ്ഞ് ഇവരുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ വിന്ററിലൊക്കെ നമുക്ക് കുറച്ചെങ്കിലും സേഫ് ആയിട്ട് റോഡിൽ കൂടി വണ്ടി ഓടിച്ച് പോകുന്നത്. ഇവര് വന്ന് സ്നോ ഒക്കെ ക്ലിയർ ചെയ്ത് ഉപ്പൊക്കെ വിതറി അങ്ങ് പൊക്കോളും. ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു ശ്രീലങ്കൻ സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പോയത് ഇവരുടെ ഫിഷ് മാർക്കറ്റിലാണ്. അവിടെ കുറേ മീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയത് 4 ഞണ്ട് എന്തോ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പൊ നാട്ടിലെ ഏകദേശം ഒരു 3000-3200 രൂപയാണ് നമ്മൾ ആ ഒരു 4 ഞണ്ടിന് പേ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ അവരുടെ പച്ചക്കറി സെഷനിലോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ അപ്പനെ അമ്മേനെ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായതും ആവശ്യമല്ലാത്തതുമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വണ്ടി കയറിയപ്പോഴാണ് നമുക്ക് വണ്ടിയിൽ ഒന്നും കാണുന്നില്ല എന്ന് മനസ്സിലായത്. കാരണം ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ സൈഡിലും ബാക്കിലും ഒക്കെ സ്നോ പിടിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. ചിരിച്ചുകൊണ്ട് സ്നോ റിമൂവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുത്തു. അങ്ങനെ വണ്ടിയിലെ സ്നോ അകിലും റോഡിലെ സ്നോ റിമൂവൽ ടീംസുമായിട്ട് തന്നതുകൊണ്ട് തിരിച്ചങ്ങോട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു. പക്ഷേ പണി പാളി കേട്ടോ. ബിക്കോസ് ഞാൻ വിചാരിച്ച പോലെ ഞങ്ങളുടെ വഴിയൊന്നും അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സ്നോ റിമൂവൽ ടീംസ് ഈ വഴി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. എന്തായാലും ഞങ്ങൾ തിരിച്ച് വീടെത്തിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഞങ്ങൾ പോയതിനെക്കാട്ടി ഒരു 2 ഇരട്ടി സ്നോ ഉണ്ടായിരുന്നു. പിന്നെ ഒരാളുടെ ഫോണൊക്കെ മുക്കി സ്നോയുടെ ഡെപ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഓരോരോ കൗതുകങ്ങളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.